ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മാവിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻസ് ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ്? ആത്മാവിൽ നടക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിക്കുക. ആത്മാവിൽ നടക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് മുൻഗണന നൽകുന്നത്. ദൈവവചനം നിരന്തരം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കും. ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. ഈ നോമ്പ് കാലം വലിയ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും പ്രവൃത്തികളിൽ പ്രകടമാക്കിക്കൊണ്ട് ആത്മീയമായി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനം ശ്രവിക്കാം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-25 വാക്യങ്ങൾ.